ശ്രീ നിഖിൽ മനോഹർ, എന്തിനാണ് ഈ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ? എന്തായിരുന്നു പ്രചോദനം? എന്തായിരുന്നു യുവാക്കൾക്കുള്ള പ്രചോദനം? പറയും. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി മറുപടി തന്നില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്നത് മുതലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുമ്പിൽ മാത്രമല്ല ഇട്ടത്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഭരണ സംവിധാനത്തിലടക്കം, കണ്ണൂർ കളക്ടറേറ്റ് അടക്കം, ചെട്ടികുളങ്ങര ക്ഷേത്രം അടക്കം നിരവധി ക്ഷേത്രങ്ങളിലും നിരവധി ആരാധനാലയങ്ങളിലും ഇത്തരത്തിലുള്ള പൂക്കളം, ഈ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെ എല്ലാം ഓരോ ഭാരതീയനെ സംബന്ധിച്ച് അതൊരു വലിയ വൈകാരികമായ പ്രശ്നമാണ്. ഓപ്പറേഷൻ ഒരു കൊച്ചുകുട്ടിയോട് പോലും ചോദിച്ചാൽ പോലും അവൻ വലിയ അഭിമാനത്തോടു കൂടി, കാരണം അന്ന് രാത്രിയിലൊക്കെ ചാനൽ മുറികളിലൊക്കെ ഉറങ്ങാതെ കാത്തിരുന്നതാണ് ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ച്. അപ്പോൾ നമ്മൾക്ക് എന്താണോ പ്രതീക്ഷ അതിന്റെ ഇരട്ടി ഇന്ത്യൻ സൈന്യം തിരിച്ചു നൽകുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ അംഗീകരിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു വലിയ ഇന്ത്യൻ സൈന്യത്തിന്റെ വലിയൊരു അഭിമാന നേട്ടത്തെ എന്തുകൊണ്ട് മുതുവിലാക്കട്ടെ ഉപദേശക സമിതിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല? അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇവിടെ നേരത്തെ ബിനിചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്നത് തന്നെയായിരുന്നു ഉപദേശക സമിതിയുടെ പ്രശ്നം. പിന്നീട് അത് വലിയ കൈവിട്ടു പോകുന്ന കേസാണ് എന്ന് മനസ്സിലായതോടെയാണ്. കാരണം അതിനകത്തെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് ഒരു പൂർവ്വ സൈനികനാണ്. അപ്പോൾ അത്തരത്തില് അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രദേശവാസികൾ അടക്കം, കാരണം ഒരു സൈനികന്റെ അല്ലെങ്കിൽ പൂർവ്വ സൈനികന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട നടപടി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ കാണുമ്പോൾ നമ്മുടെ ആത്മവീര്യവും ആത്മവിശ്വാസവും കൂടേണ്ടത് അത് മാറ്റണമെന്ന് പറയുന്ന ഒരു പൂർവ്വ സൈനികന്റെ നിലപാട് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനൊക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ പ്രദേശവാസികളും ജനങ്ങളും ഒക്കെ അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അത് മാറ്റിയിട്ട് പിന്നീട് അവിടുത്തെ കൊടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ തേരിന് മുകളിൽ അവിടുത്തെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ നോട്ടീസുകളിലും ഫ്ലെക്സുകളിലും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉപദേശക സമിതിയുടെ കാലത്ത് പുറത്തിറങ്ങിയ നോട്ടീസുകളിൽ പോലും ആ ക്ഷേത്രത്തിലെ നോട്ടീസിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ പാർത്ഥസാരഥിയുടെ അല്ലെങ്കിൽ തേര് തെളിക്കുന്ന ശ്രീ അർജുനന്റെ തേര് തെളിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ ആ ഒരു മനോഹരമായ ചിത്രമാണ്. ആ ചിത്രത്തിലെ അതിന്റെ ആ തേരിന് മുകളിലായിട്ട് ഈ ധ്വജം പാറി കളിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഈ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് പോലും. അപ്പം പാർത്ഥസാരഥി ക്ഷേത്രത്തെ സംബന്ധിച്ച് അവിടുത്തെ ഒരു ഐക്കണാണ് ഈ പതാക എന്നുള്ളത്. ആ പതാക മാത്രമാണ് ആ പൂക്കളത്തോടൊപ്പം അവര് വെച്ചിരുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ പിന്നീട് അവർ പറയുന്ന FIR പറയുന്നത് ശിവജിയുടെ ഒരു കോട്ടയാണ് അതിന് മുമ്പിൽ, ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് 50 മീറ്റർ ചുറ്റളവിൽ ഉണ്ട് എന്നുള്ളത്. അത് ഏകദേശം ഞാൻ മനസ്സിലാക്കിയത്തോളം 2 വർഷവും അല്ലെങ്കിൽ 2.5 വർഷത്തോളമായി ആ ബോർഡ് അവിടെ വെച്ചിട്ട്. അപ്പോൾ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു പ്രശ്നം, 2 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതിരുന്ന പ്രശ്നം പിന്നീട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉപദേശക സമിതിക്ക് അത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു കേസിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായത്? അപ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഓരോരോ കള്ളങ്ങൾ പറയുന്നു. ഓരോ കള്ളങ്ങൾ പൊളിയുമ്പോൾ വീണ്ടും വീണ്ടും പുതിയ കള്ളങ്ങളുമായിട്ടൊക്കെ വരുന്നു. അതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട. ശരി, നിഖിൽ മനോഹർ, ഞാൻ തിരിച്ചെത്താം.